ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ചുരക്ക വെച്ചൊരു കറി ഉണ്ടാക്കാം. അതിനായി ഒരു വലിയ ചുരക്ക എടുത്തിട്ടുണ്ട്. അത് നമുക്ക് കട്ട് ചെയ്ത് പകുതി പീസായിട്ട് എടുക്കാം. പകുതി മതി ഈ കറി എടുക്കാൻ. പകുതി പീസായി മുറിച്ച് ഇത് നമുക്ക് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് പീസാക്കി എടുക്കാം. ഈ കറിക്ക് ഈ ഒരു പീസ് മതി. അതെങ്ങനെ കട്ട് ചെയ്യാൻ നോക്കാം. രണ്ട് സൈഡും കട്ട് ചെയ്ത് തൊലിയെല്ലാം പീൽ ചെയ്തെടുക്കാം. കഷ്ണമായിട്ട് മുറിക്കാം. ചെറിയ പീസായി കട്ട് ചെയ്തെടുക്കും. എല്ലാം ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. ഈ പീസും കട്ട് ചെയ്തെടുക്കുക. ഇത് നമുക്കൊന്ന് കഴുകാം. ഞാൻ നേരത്തെ ഉള്ളത് കഴുകി കാണിക്കാൻ മറന്നുപോയി. വാഷ് ചെയ്തെടുത്ത ശേഷം പീസായിട്ട് കട്ട് ചെയ്യുക. ഇത് നമുക്ക് പീസായി കട്ട് ചെയ്യാം. ചുരക്കയൊക്കെ അരിഞ്ഞ് കഷ്ണമാക്കി വെച്ചിട്ടുണ്ട്. ഇത് എങ്ങനെ ഉണ്ടാക്കാം നോക്കാം. അതിനാവശ്യമുള്ള സാധനങ്ങൾ: ഒരു മുക്കാൽ കപ്പ് തേങ്ങ, ഒരു വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു നുള്ളു മുളക് പൊടി. മറ്റാവശ്യമുള്ള സാധനങ്ങൾ: 4 പച്ചമുളക്, കുഞ്ഞുള്ളി അരിഞ്ഞത്, ഇത് കടുക് വറുക്കാനായി കുഞ്ഞുള്ളി അരിഞ്ഞത്, 3 ചുവന്ന മുളക്, ഒരു തണ്ട് കറിവേപ്പില, പിന്നെ കുറച്ച് പുളി, നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി ചൂടുവെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുണ്ട്. ഉപ്പ്, എണ്ണ, കടുക്. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. സ്റ്റൗ കത്തിച്ച്
പാത്രം എടുത്ത് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് അതിലേക്ക് ചുരക്കിയ കഷ്ണങ്ങളിടാം. സമയം തന്നെ 4 പച്ചമുളക്, 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ഇളക്കി വെച്ച് അടച്ചു വെച്ച് തിള വരുന്നവരെ വേവിക്കും. പാത്രത്തിൻ്റെ അടുപ്പ് തുറന്ന് ഈ സമയം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കാം. ബാക്കി പിന്നെ നമുക്ക് അരപ്പിൻ്റെ കൂടെ ചേർക്കാം. എല്ലാം കൂടെ ഒന്ന് ഇളക്കി വീണ്ടും അടച്ചു വെച്ച് വേവിക്കും. ഈ സമയം നമുക്കിതിന് വേണ്ട അരപ്പ് തയ്യാറാക്കാം. അതിനായി ഒരു ജാറെടുത്ത് അതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചേർക്കാം. വെളുത്തുള്ളി 1/2 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് വെള്ളം എല്ലാം കൂടെ ഒഴിച്ച് നല്ലപോലെ അരച്ചെടുക്കാം. എല്ലാം കൂടെ മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ അടച്ച് പേസ്റ്റായി അരച്ചെടുക്കാം. എല്ലാം നല്ലതുപോലെ പേസ്റ്റായി അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊക്കെ എല്ലാം നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഈ സമയം നമുക്ക് അരപ്പ് ചേർക്കാം. സമയം ജാറ് കഴുകിയ വെള്ളം കൂടെ ചേർക്കാം. ഒന്ന് മിക്സ് ചെയ്ത് പച്ചമണം മാറുന്നവരെ അടച്ചു വെച്ച് ഒന്നും കൂടെ വേവിക്കാം. പാത്രത്തിൻ്റെ അടപ്പ് തുറന്നു കറി പച്ചമണം എല്ലാം മാറി എല്ലാവരും വെച്ചിട്ടുണ്ട്. ഈ സമയം നമുക്ക് പുളിവെള്ളം ചേർക്കാം. ചെറിയ സിമ്മിലിട്ട് ഒന്നും കൂടെ തിളപ്പിക്കാം. ഈ സമയം ഇളക്കി ഉപ്പ് നോക്കിയ ശേഷം അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. ചുരക്കയെല്ലാം നല്ലതുപോലെ വെന്തിട്ടുണ്ട്. പച്ചമണമൊക്കെ മാറി കറിയെല്ലാം നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. മറ്റൊരു പാത്രത്തിൽ കടുക് വറുക്കാം. ആവശ്യമുള്ള ഓയിൽ ഒഴിക്കാം. ഓയിലും ചൂടാകട്ടെ. ഓയിൽ ചൂടാകുമ്പോൾ 1 ടീസ്പൂൺ കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടുമ്പോൾ അതിലേക്ക് കുഞ്ഞുള്ളി അരിഞ്ഞത്, ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം.
ഈ സമയം 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർക്കാം. കറിക്കൊരു മണവും നിറവും ലേശരിയും കൂടെ കിട്ടും. അത് നമുക്ക് കറിയിലോട്ട് ചേർക്കാം. എല്ലാം കൂടെ ചരക്ക കറി റെഡി. തണുത്ത ശേഷം നമുക്കൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. ചരക്ക കറി റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം. ചരക്ക ഒഴിച്ച് റെഡിയായി. ചരക്ക ഒഴിച്ച് റെഡി. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം.